ദൈവത്തിന്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഒരു പ്രഭാതത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം ഇടയാക്കിയ വലിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി ഇന്ന് കാലം അനുഗ്രഹിക്കട്ടെ. അല്പസമയം ചിന്തയ്ക്കായി ആമേൻ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 48 അധ്യായം അതിന്റെ 14 വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ്. ആമേ. നമുക്കറിയാം, ഇത് കോരോഹിന്റെ തലമുറകളാണ് ഈ സങ്കീർത്തനം എഴുതുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേ. ഈ സങ്കീർത്തനത്തിന് വളരെ പ്രത്യേകതകളുണ്ട്. കാരണം ആമേ 42 സങ്കീർത്തനം മുതൽ നമ്മൾ ഇങ്ങോട്ട് പഠിക്കുമ്പോൾ ചില അധ്യായങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് കോരോഹിന്റെ തലമുറകൾ. സ്വതന്ത്രം. കാരണം പിതാക്കന്മാരെ ആമേ ഭൂമി വായു പിളർന്ന് വിഴുങ്ങിക്കളയുന്നത് അവർക്ക് നോയിക്കൊണ്ട് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവർക്ക് തന്നെ പറയാൻ കഴിയും, പ്രൈസ് ദി ലോർഡ്, ഈ കർത്താവ്, ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അടുത്ത് വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഉറപ്പുണ്ടോ? ആമേൻ. മനുഷ്യൻ പറയുന്ന വാക്കുകളൊക്കെ കേട്ട് ആമേൻ ജീവിതത്തെ പകുതി വഴിയിൽ അവസാനിപ്പിക്കാമെന്ന് കരുതിയിരിക്കണ്ട. അങ്ങനെ ഉള്ളവരോടാ പറയുന്നേ, അയ്യോ ഇനി ഈ നാടും വീടും എല്ലാം വിട്ട് ഓടിക്കളയാം, എവിടെയെങ്കിലും ഓടിക്കളയാം. ആമേൻ. ഈ ദേശക്കാർക്കും നാട്ടുകാർക്കും ഒന്നും വീട്ടുകാർക്കും നമ്മൾ വേണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ വിട്ട് എങ്ങോട്ടെങ്കിലും പോകാം. അങ്ങനെ ഒരു മനോഭാവത്തോടെ ഇരിക്കുന്നവരോട് പറയുന്നേ, ജീവപര്യന്തം വഴി നടത്തുന്ന ഒരു ദൈവം. ആമേൻ. ഒരിക്കലും ആമേൻ വേദനിപ്പിക്കാൻ ആമേൻ മനഃപൂർവമായി ആമേൻ പ്രൈസ് ദി ലോർഡ് ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആമേൻ ഒരു ദൈവമല്ല ഇത്. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഇവിടെ നമ്മൾ ആ 48 അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണ് കോരോഹിന്റെ തലമുറകൾ എഴുതിയിരിക്കുന്നത്. നോക്കിക്കേ, അവിടെ 3 വാക്യം: അതിന്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സിയോൻ ഗോപുരം, സിയോൻ മലയുടെ ഗോപുരങ്ങൾ, 1000-ലധികം ഗോപുരങ്ങൾ സിയോൻ പർവ്വതത്തിലുണ്ട്. സിയോൻ മലയിൽ 1000-ലധികം ഗോപുരങ്ങൾ. ഈ ഗോപുരത്തിനകത്ത് നോക്കിയേ, ഈ സിയോൻ പർവ്വതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതെന്താണ്? ആമേൻ. സൗന്ദര്യം കൊണ്ടും ഉയരം കൊണ്ടും അതിമനോഹരമായ സർവഭൂമിക്കും ആനന്ദമാകുന്ന ഈ സിയോൻ പർവ്വതത്തിലെ ഗോപുരങ്ങൾ വളരെ പ്രത്യേകതയുള്ള ഗോപുരങ്ങളാണ്. സ്തോത്രം. ഈ ഗോപുരത്തിനകത്ത് പ്രൈസ് ദി ലോർഡ് ആമേൻ ഇതിനകത്ത് പ്രത്യേകതയായ ചില കൊത്തുപണികളും ശില്പങ്ങളൊക്കെ ആ സിയോൻ പർവ്വതത്തിനകത്തും ഉയരം കൂടി സൗന്ദര്യം കൊണ്ടും എല്ലാം ആമേൻ കൊണ്ടും അതിമനോഹരമായിരിക്കുന്ന ഈ സിയോൻ പർവ്വതത്തിനകത്ത് ആമേൻ ആമേൻ സ്തോത്രം. കർത്താവ് ആരായിരിക്കുന്നു? അതിന്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഹല്ലേലൂയ. അതിന്റെ അരമനകളിൽ, ഏതിന്റെ അരമനകളിൽ? സിയോൻ ആ പർവ്വതത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ആ ഗോപുരത്തിനകത്ത്, ആ ആലയത്തിനകത്ത് പ്രൈസ് ദി ലോർഡ് ദൈവം എന്ത് ചെയ്യുന്നു? അതിന്റെ അരമനകളിൽ ദുർഗമായി വെളിപ്പെടുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കൂ ദൈവ കുഞ്ഞെ. ആമേൻ. നീ ഇരിക്കുന്ന നിന്റെ വീട്ടിന്റെ അരമനകളിൽ, അറകളിൽ വെളിപ്പെടുന്ന ഒരു സ്വർഗമുണ്ട്. ആമേൻ. ഒരു ദിവസം 2 ദിവസം കൊണ്ട് തീരുന്നതല്ല, 2-3 ദിവസം കൊണ്ട് തീരുന്ന ദൈവസ്നേഹമല്ല ഇത്. നിന്നെ ജീവപര്യന്തം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കൃത്യമായും നിന്നെ നടത്തുന്ന ദൈവമാണ്. അവൻ ഈ ഭൂപരപ്പിൽ ചില കഷ്ടതകളും നിന്ദകളും വേദനകളൊക്കെ ഉണ്ടാകും. മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും ചില വേദനകൾ ഉണ്ടാകും. പക്ഷേ അതിനേക്കാൾ ഇരട്ടിയായിരിക്കും കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾക്കും എനിക്കും വരുന്ന വേദനകൾ അതിഭയങ്കരമായിരിക്കും. പക്ഷേ അതിനെ അതിജീവിപ്പാനുള്ള ഒരു ആത്മബലം സ്വർഗം നമ്മുടെ മേൽ പകരുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ കഴിയും? ആമേൻ പറയാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ. ഉയരം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഏറ്റവും അതിമനോഹരമായിരിക്കുന്ന ഈ മലയ്ക്കൊരു പ്രത്യേകത, അല്ലെങ്കിൽ ഇതിന്റെ ഗോപുരങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നോക്കി 8 വാക്യം: നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ ആമേൻ കണ്ടിരിക്കുന്ന ദൈവം
ആമേൻ അതിനെ സദാകാലത്തേക്കും ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് സ്വൈര്യമാക്കും. സദാകാലത്തേക്കും, ഒരു ദിവസമല്ല, എല്ലായ്പ്പോഴും നോക്കി 9-ാം വാക്യവും നമ്മൾ 10-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ പറയുന്നത്, ദൈവമേ നിന്റെ മന്ദിരത്തിന്റെ മധ്യേ ഞങ്ങൾ നിന്റെ ദയയ്ക്ക് അവയെ കുറിച്ച് എന്ത് ചെയ്യുന്നു? ചിന്തിക്കുന്നു. അപ്പൊ അവൻ നിന്റെ മന്ദിരത്തിന്റെ അവൻ സിയോൻ എന്ന് പറയുന്ന ആ പ്രാകാരങ്ങളിൽ, ആ ദുർഘമായിരിക്കുന്ന അതിന്റെ അരമനകളിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നിങ്ങളിരിക്കുന്ന കുടുംബത്തിനകത്ത് ദൈവം വെളിപ്പെട്ട് നിൽക്കുകയാണ്. സ്തോത്രം. നാളുകളായി കരയുന്ന വിഷയത്തിന്റെ മധ്യത്തിൽ ഇറങ്ങി വരാത്ത ദൈവമാണോ നമ്മുടെ കർത്താവ്? ഒരു പൊട്ടനല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് സദാകാലം മിണ്ടാതിരിക്കുന്ന ദൈവമല്ല. സദാകാലത്തേക്കും മൗനമായിരിക്കുന്ന ദൈവം അല്ല. നിനക്കും എനിക്കും വേണ്ടി പ്രവർത്തിപ്പാൻ അവൻ ശക്തനായ ദൈവം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ദൈവകുഞ്ഞെ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ അവൻ സർവശക്തനാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥിക്ക്, ദൈവം നിന്റെ കുടുംബത്തിലേക്ക് വെളിപ്പെടുവാൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു, ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഉറപ്പായിട്ടും നിന്നെ വഴി നടത്താൻ സർവശക്തനായ ദൈവം കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞവരെല്ലാവരും വിട്ടേച്ചു പോകും. സൗന്ദര്യം കുറയുമ്പോൾ, ആരോഗ്യം കുറയുമ്പോൾ, നീ രോഗിയാകുമ്പോൾ, സമ്പത്ത് കുറയുമ്പോൾ, എല്ലാം നിന്നെ വിട്ട് ഈ ലോകത്തില് എല്ലാം വിട്ടു പോകുമ്പോഴും ഒരിക്കലും ആരെല്ലാം നമ്മെ വിട്ടുപോയല്ലേ? നമ്മളെ കൂടെ പഠിച്ചവർ, ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചവർ, എല്ലാവരും നമ്മെ വിട്ടുപോയില്ലേ? എല്ലാവരും വിട്ടുപോയില്ലേ? വിട്ടുപോകാത്തൊരു ദൈവമുണ്ട്. ദൈവം ഒരിക്കലും നമ്മെ വിട്ടുപോയിട്ടില്ല. നമ്മുടെ കൂടെ ഉണ്ടെന്നേ. സ്തോത്രം. വിശ്വസിക്കേ, നിന്റെ കൂടെ കർത്താവുണ്ട്. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായ സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണമേ അപ്പ. ജനത്തെ മാനിക്കണം, അതിശയങ്ങളിലേക്ക് നടത്തണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.